നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 ഒരു PSC ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 31/2023 ഇനി വരാൻ പോകുന്ന കേരള PSCയുടെ പരീക്ഷകൾ എഴുതാൻ പോകുന്ന എല്ലാവരും തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നമ്മൾ റാങ്ക് ഫെയിൽ പഠിക്കുമ്പോഴും കോച്ചിങ് ക്ലാസ്സിന് പോകുമ്പോഴും ഒക്കെ അവിടെ മുഴുവൻ കണ്ടൻറ്റുകൾ വാരി വിതറുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നൊരു ഫോക്കസ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ കാലവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് ശീലിക്കുക. ഓക്കെ, അവ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇവിടുന്ന് ചോദ്യം ചോദിക്കുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതാനുള്ളൊരു ഉത്സാഹം പ്രചോദനമൊക്കെ നമുക്കുണ്ടാവുകയുള്ളൂ. ഓക്കെ, കുറേ കണ്ടൻറ്റ് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും നമുക്കുണ്ടാവില്ല. എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്, ഒരു കണ്ടൻറ്റ് തന്നാൽ അല്ലെങ്കിൽ കിട്ടുമ്പോൾ പഠിക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഇത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഫീൽഡ് ഓഫീസർ അസിസ്റ്റൻ്റ് KFDCയുടെ ഒക്കെ ഡിഗ്രി മോഡലുള്ള ക്വസ്റ്റ്യൻസാണിത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. സെക്കൻഡ്, രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. 3, ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. അടുത്ത പ്രസ്താവന, ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. നമ്മൾ വായിച്ച പ്രസ്താവനകളൊക്കെ തന്നെ ശരിയാണ്. മാർത്താണ്ഡവർമ്മയെ ബന്ധപ്പെട്ട വായിച്ച പ്രസ്താവനകളൊക്കെ തന്നെ ശരിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ പോയിൻറ്റ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ LGS മുതൽ ഡിഗ്രി ലെവൽ വരെ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കാൻ ചോദിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡായിട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് ഇവിടെ ചോദിക്കാം, ഡിഗ്രി പ്രിലിംസ് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ചോദിക്കാം അല്ലേ. ഷോർട്ട് ഫോം മണ്ഡപത്തും വാതുക്കലൊക്കെ LGS ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളവയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഡച്ചുകാർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പഠിക്കാനുണ്ട്. ഡച്ചുകാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം എത്രയാണ്? എന്നാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം? അത് പഠിക്കാം. 1595 അല്ലേ, AD ആണ്. AD 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് അല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതോ എന്നാണ്? 1602 AD ആണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1602 ഇനി ഇവിടെയുള്ള മെയിൻ പോയിൻറ്റ്സ് ഇല്ലേ, ഡച്ചുകാരുടെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഡച്ചുകാർ എന്ന് പറയുമ്പോൾ മറ്റ് ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചൊരു സന്ധിയുണ്ട്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചൊരു സന്ധിയുണ്ട്. അത് രണ്ടുകൂടെ കണക്ട് ചെയ്യുന്നപ്പോൾ ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. ഏത് സന്ധിയാണിത്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാർ സന്ധി ഏതായിരുന്നു? മാവേലിക്കര സന്ധിയാണിത്. മാവേലിക്കര സന്ധി. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർ മാവേലിക്കര സന്ധിയാണ്. ഡച്ചുകാരെ പറ്റി വേഗം പറയുമ്പോൾ നമുക്ക് ഡച്ച് കൊട്ടാരം പണിതാരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലേ. എന്നാൽ ബോൾഗാട്ടി കൊട്ടാരം ഉണ്ടാക്കിയതാരാണ്? ബോൾഗാട്ടി ഡച്ചുകാരാണ്. ഓക്കെ, തെറ്റിപ്പോകണ്ട. ബോൾഗാട്ടി കൊട്ടാരം ഡച്ചുകാരാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ ഉണ്ട്. ഇതിൽ ശരി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ A ആണ്. ഓക്കെ, പ്രസ്താവന കാണുമ്പോഴേ ഒരു ബുദ്ധിമുട്ടാണല്ലേ, നമുക്കത് വായിച്ച് ചെയ്യാതെ തരമില്ല. ആൻസർ ഓപ്ഷൻ A ആണ്. ഓക്കെ, അതായത് 1, 2, 3 ശരി പ്രസ്താവനകളാണ്. കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതയാണ് സംയോജനം. ഒന്നാമത്തത്,
1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കുവാനുള്ള പ്രമേയം പാസാക്കി. 28 ജവഹർലാൽ നെഹ്റു നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ. ആ സമയത്താണ് കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കുന്ന പ്രമേയം പാസാക്കി അല്ലേ. അടുത്തത് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷുകാർ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 47 ഏപ്രിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം നമുക്കറിയാം അല്ലേ. ബാക്കി പോയിൻറ്റ്സ് കൂടി നമുക്ക് ചിലർക്കെങ്കിലും പരിചയമില്ലാത്തതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്ത ഒരു പോയിൻ്റ് കൂടി ശരിയാണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു അല്ലേ. അതും പ്രധാനപ്പെട്ട ഫാക്ട്സ്, 3 ഫാക്ട്സാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. കേരളത്തിൻ്റെ സംയോജനം 1928 ജവഹർലാൽ നെഹ്റു അധ്യക്ഷതയിൽ കൂട്ടിയുള്ള പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനം എപ്പോഴും പഠിക്കുന്ന കാര്യം തന്നെ അല്ലേ. അതുപോലെ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം. ഓക്കെ, പിന്നുള്ളൊരു ഫാക്റ്റ് 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നുള്ളത്. അത് മറക്കില്ല എല്ലാവരും. 49 ജൂലൈ 1 അല്ലേ. ഈ ഫാക്ട്സ് തന്നെ എവിടെയും ചോദിക്കുക, LGS മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവർ ചോദിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണ്? മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. 1, 2, 3 ശരി പ്രസ്താവന. ചോദ്യം എന്തായിരുന്നു? മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മുഗൾ ഭരണം. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി NI അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി NI എന്നല്ലേ, INI ഓക്കെ, INI അക്ബറി നികുതിയുടെ തത്വങ്ങൾ. അതിൽ ഇംഗ്ലീഷീകരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണത്. ഇംഗ്ലീഷീകരിക്കും ഇവിടെ ഉണ്ട് ഐനി അക്ബറി എന്നാണ്. ഐനി അക്ബറി എക്സ്പൗണ്ട്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ ആണ്. ഐനി അക്ബറി നമ്മൾ അല്ലേ വായിക്കുമ്പോൾ അതങ്ങനെ മലയാളീകരിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നില്ലേ. ഐനി അക്ബറി നമുക്ക് നല്ല പരിചയമുള്ളതാണ്. ഓക്കെ ഐനി അക്ബറി അല്ലേ, അതിന് എന്തൊക്കെ വായിച്ചു. ഐനി അക്ബറി നികുതിയുടെ, അപ്പോൾ നികുതി ആകുമ്പോൾ എനിക്ക് അക്ബറി വെച്ച് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇത് ഐനി അക്ബർ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഐനി അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി ഐനി അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? 2ാമത്തതില്ല. 1, 2, 3 ശരിയാണ്. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. വക്കീൽ അത് പ്രധാനമന്ത്രി, വസീർ ധനമന്ത്രിയാണ്, മീർ ബഷി കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതലയുള്ള മന്ത്രി, സദർ ഉസ് സുദൂർ മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ചുമതല. ഇതെല്ലാം എന്താണ്? മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ്. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. വക്കീലും വസീറും മീർ ബഷിയും സദർ ഉസ് സുദൂറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനിക അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തത്. ആ സമയത്ത് മുഗൾ ഭരണത്തിൽ മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനിക അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്ത ആരാണ്? സൈനിക വകുപ്പാണ്. പണത്തെ നിയന്ത്രിക്കുകയും കൊടുക്കുകയും ചെയ്തതും ആരാണ്? ഈ സൈനിക വകുപ്പ് തന്നെ. സൈനിക അടിസ്ഥാനത്തിലാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ,
മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണം. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വരുന്നതല്ലേ? വേണേൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അപ്പോൾ താഴെയുണ്ട്, അതെടുത്താൽ പോരെ. പക്ഷെ നമ്മൾക്ക് റാങ്ക് അല്ലെങ്കിൽ എന്താ പറയുക പ്രിലിംസ് കടക്കണമെങ്കിൽ പോലും നമ്മൾ ഈ പ്രസ്താവന ചോദ്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, ചെയ്തേ മതിയാവൂ. അത് വായിച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ സിമ്പിളായിരിക്കും. അത് ഈ പ്രസ്താവനകൾ സിമ്പിൾ നമുക്കറിയാവുന്നതായിരിക്കും എല്ലാം, പക്ഷെ വായിക്കാനൊരു പേടി അല്ലേ, ഒരു മടിയല്ല പേടിയാണ്. എനിക്കറിയാമോ എന്നുള്ള പേടി. പക്ഷെ അവിടെ ഒന്നുമില്ല, നമ്മൾക്കറിയാവുന്ന കീ ഫാക്ട്സും അല്ലെ പോയിൻറ്റ്സുമാണ് അവിടെ ഉണ്ടെന്നുള്ള ധാരണ മനസ്സിലുണ്ടാവണം. ഓക്കെ, പേടിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അല്ലേ, പേടി വരുന്നെന്ന് തോന്നുന്നു എന്ത് ചെയ്യണം, ഈ 10 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അല്ലേ അടുത്ത് ചെയ്തു തുടങ്ങുക. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് മാർക്കല്ലേ ചെയ്യണം എന്നൊരു തോന്നലൊക്കെ തലയ്ക്ക് എന്തൊക്കെയോ വരുമ്പോൾ ഇതിലേക്ക് വന്ന് ചെയ്യുക, ഒന്ന് ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതെല്ലാം? ഇതിൻ്റെ ആൻസർ കൂടി ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 ശരിയാണ് അല്ലേ. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനം, സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി അല്ലേ. അതായത് പരിവ്രാജക അലഞ്ഞു തിരിയുന്ന കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയിരുന്ന ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു. അടുത്തൊരു പോയിന്റ്, പാശ്ചാത്യ നാഗരികത രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ രാജാറാം മോഹൻ റോയ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിച്ച് കൂടെ കൂട്ടി. പക്ഷെങ്കിൽ ഇന്ത്യയുടെ യഥാർത്ഥ ആത്മീയത പൈതൃകത്തെ ഉപേക്ഷിച്ചില്ല, ത്യജിക്കാതെയാണ്. അടുത്തത്, അപ്പോൾ ഇവിടെ വിവേകാനന്ദനെ കുറിച്ചുള്ള പോയിൻറ്റ്സാണ്. ഇത് രാജാറാം മോഹൻ റോയെ കുറിച്ചുള്ള പോയിൻറ്റ്സ്. നെക്സ്റ്റ് പോയിന്റ് വന്നേക്കുന്നത് പ്രാർത്ഥനാ സമാജം അനുയായികൾ അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് സമർപ്പിച്ചത്. പരസ്പര വിവാഹം തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും പുരോഗതി, ഇതൊക്കെ എന്തായിരുന്നു? പ്രാർത്ഥനാ സമാജംകാരുടെ സാമൂഹികമാണ് അല്ലേ. ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബസന്റ് വിശ്വസിച്ചു അല്ലേ. ആനി ബസന്റും പ്രാർത്ഥനാ സമാജം, രാജാറാം മോഹൻ റോയ്, വിവേകാനന്ദ, ഈ 4 പേര് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചുള്ള പ്രസ്താവന, സാമൂഹ്യ മതപരിഷ്കരണ പ്രസ്ഥാനം, ഇവരെക്കുറിച്ചുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അവരെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് അല്ലേ. ഒരിക്കൽ പോലും ഞാനിപ്പോൾ അത്ര രാജാറാം മോഹൻ റോയെക്കുറിച്ച് നമുക്കറിയാം, പ്രാർത്ഥനാ സമാജവും അറിയാം, വിവേകാനന്ദനെയും അറിയാം, അതുപോലെ ആരാണ് എന്താ പറയുക ആനി ബസന്റ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങനെ തർജ്ജമ ചെയ്യുമ്പോഴാണ് കുറച്ച് കോമ്പറ്റീഷൻ തോന്നുന്നത്. ഇംഗ്ലീഷ് അപ്പോൾ വായിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4 ശരിയായത്. ഓക്കെ, മൂന്നാമത്തെ ഇല്ല. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. അടുത്തത്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയ പ്രസ്താവനകൾ. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ. ബ്രിട്ടീഷ് ഇന്ത്യ ഭരണം ഡ്യുവൽ ഗവൺമെൻറ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1724 സർ എലിജ ഇംബെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതിക്ക് സ്ഥാപിതമായി. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1884
പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1913 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൻ്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിൻ്റെയും തേയിലയുടെ വ്യാപാരവും കുത്തക തുടർന്നു പോവുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ളതാണ്. നമുക്ക് റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം, പിറ്റ്സ് ഇന്ത്യ അറിയാം ഇല്ലേ, ചാർട്ടർ ആക്റ്റും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫാക്ട്സും കൂടി അതിൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്ത് പഠിക്കാം. അടുത്ത ഫ്രഞ്ച് വിപ്ലവ ബന്ധപ്പെട്ട വസ്തുത ഏതൊക്കെയാണ്? അതിനകത്ത് ചോദ്യത്തിൽ കറക്റ്റ് ഉത്തരമില്ല. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരും? പെട്ടെന്ന് ആരൊക്കെ എന്തൊക്കെ ഓർമ്മ വരും ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ? എന്തായിരിക്കണം? ഒന്ന് ടെന്നീസ് കോർട്ട് ഓർമ്മ വരും അല്ലേ. ടെന്നീസ് കോർട്ട് എന്താണ്? 1789 ടെന്നീസ് കോർട്ട് ഓർമ്മ വരാം. റൂസയാണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നീട് എന്താണ്? ഭീകരവാഴ്ചയുണ്ട്. പിന്നെ ഇവർ പറയുന്ന പ്രകാരം ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരിക്കുന്നത് എസ്റ്റേറ്റുകളായിട്ടാണ്. എസ്റ്റേറ്റാണ് ഫ്രഞ്ചുകാർ അല്ലേ, ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചേക്കുന്നത് എസ്റ്റേറ്റുകളെന്നാണ്. എസ്റ്റേറ്റ് എന്നാണ് പറയുക. ഒന്നാമത്തെ എസ്റ്റേറ്റ്, 3 എസ്റ്റേറ്റ് ഉണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, 2 എസ്റ്റേറ്റ്, മൂന്നാമത്തെ ഉണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റ് വരുന്ന ആരൊക്കെയാണ്? പുരോഹിതന്മാരായിരുന്നു. രണ്ടാമത്തിൽ ആരൊക്കെയായിരുന്നു? പ്രഭുക്കന്മാരായിരുന്നു. മൂന്നാമത്തത് കച്ചവടക്കാരും എഴുത്തുകാർ, അങ്ങനെ അധ്യാപകർ തുടങ്ങിയ അഭിഭാഷകർ തുടങ്ങി അങ്ങനെ പോകുന്നവരൊക്കെ. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ: ഒന്നാമത്തത് പുനഃസജ്ജീകരണവും പ്രീണനവും. 2, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും അല്ലേ. 3 വായിച്ച അല്ലേ. 2 പറയുമ്പോൾ മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം. അടുത്തത് മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. ഓക്കെ, അതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെന്ന് പറയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ദേശീയതയുടെ ഉദയത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? ആൻസർ ഇതെല്ലാം ശരിയാണ്. ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും ദേശീയത ഉണ്ടാകാൻ കാരണമായി. പത്രങ്ങളും ആനുകാലിക സംഭവങ്ങളും, ആനുകാലികങ്ങളും പത്രങ്ങളും ആനുകാലികങ്ങളുമൊക്കെ ദേശീയത ഉയർന്നു വരാൻ കാരണമായി. ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് വിൽ വിവാദവും ദേശീയത ഉയർന്നു വരാൻ കാരണമായി. അതുപോലെ യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കുകയും ചെയ്തു. ഓക്കെ, അടുത്തത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന അന്തരീക്ഷ പാളി തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിലേതൊക്കെ പറഞ്ഞേക്കെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ നമുക്ക് എന്ത് പറയാം? ആൻസർ ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ ബി ആട്ടോ. എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യ 20 കിലോമീറ്റർ ഒരേ താപനിലയും അത് കഴിഞ്ഞ് 50 കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയുടെ സാന്നിധ്യവും ഉള്ളതുകൊണ്ടും ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതുകൊണ്ടും താപനില ഉയരുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചാലകം അല്ലാത്ത മേഖലയാണ്. ഇവിടെ വായുവിൽ ഓക്സിജൻ്റെ അളവ് കുറവാണ്. ഓക്കെ, ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങളില്ല. അത് സംഭവങ്ങൾ കാണുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ അന്തരീക്ഷ പാളി എന്നൊരു കണ്ടിരുന്ന് പഠിക്കാൻ നമുക്കുണ്ട്. അതിൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ നിർവചനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നില്ല. അതിൻ്റെ മൊത്തം കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 3 പാളികൾ, ട്രോപ്പോസ്ഫിയറും മീസോസ്ഫിയറും തെർമോസ്ഫിയറും ഉള്ളപ്പോഴും നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ കുറിച്ച് നമുക്ക് വേഗം അങ്ങ് അതിൻ്റെ പോയിൻറ്റ്സിലേക്ക് എത്താൻ പറ്റണം. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ: റിവർ ഡെൽറ്റകളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. റിവർ ഡെൽറ്റ അല്ലേ, നദീമുഖം. ശരിയായവ ഏതെല്ലാമാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 1, 3, 4 ശരിയാണ്. ഓക്കെ, 1, 3, 4 ശരി. റിവർ ഡെൽറ്റ അതായത് നദീമുഖം. നദീമുഖത്തുള്ള ഒന്നാമത്തത് അല്ലേ, പിന്നെ മൂന്നാമത്തത്, അതുപോലെ നാലാമത്തതും.
റിവർ ഡെൽറ്റ. നദീമുഖത്തെ ഉള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ജലതീരം എന്നിവ ആവശ്യമാണ്. ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റ രൂപം കൊള്ളുക. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് എന്താ, റിവർ ഡെൽറ്റ നദീമുഖത്തെക്കുറിച്ചുള്ള പോയിൻറ്റ്സാണ്. ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്തെ ഡെൽറ്റകൾ, നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള ഡെൽറ്റകൾ, എക്കൽ മണ്ണ്. ഇതൊക്കെ ഡെൽറ്റകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ജോഗ്രഫിക്കലാണ് മുഴുവൻ, അല്ല ജോഗ്രഫിയാണത് മുഴുവൻ. അപ്പോൾ റിവർ ഡെൽറ്റകളെക്കുറിച്ചും നദീമുഖത്തെക്കുറിച്ചും കൂടുതൽ പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യണം. ഇവിടെ ഉള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ജലതീരം എന്നിവ ആവശ്യമാണ്. ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്.